ദേശീയപാത നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ടോൾ പാതയിലാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് എറണാകുളം വരെ എടപ്പള്ളി വരെ പോകുന്ന പ്രധാനപ്പെട്ട സ്ട്രെച്ചിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പലയിടങ്ങളിലായി 5ഓ 6ഓ ഭാഗത്ത് മേൽപ്പാല നിർമ്മാണത്തിൻ്റെ ഭാഗമായി പൊളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതുവഴി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല. പക്ഷേ നേരത്തെ ഈ പ്രധാന പാതയുടെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന സർവീസ് റോഡ് അത് വർഷങ്ങളായി മെയിൻ്റനൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ കാര്യമായ ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് വലിയ പരിക്കുണ്ടായിരുന്നില്ല. പക്ഷേ അജിൻസ് ചോദിച്ചതുപോലെ ഈ പ്രധാന പാതയിൽ നിന്നുള്ള മുഴുവൻ വാഹനങ്ങളും ആ സർവീസ് റോഡുകൾ ഒരു ദിവസം പ്രതിദിനം 10,000-കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയായിട്ട് പോലും ദേശീയപാത അതോറിറ്റി ആ സർവീസ് റോഡ് മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ കാര്യമായ അറ്റകുറ്റപ്പണി നടത്തി വാഹനങ്ങൾക്ക് സുഖമായി കടന്നു പോകാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗതാഗതക്കുരുക്ക് ഇത്ര രൂക്ഷമാകാൻ കാരണം. അവിടെ വ്യാപകമായി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു ലോറി ആ കുഴിയിൽ വീണ് നിലം പതിക്കാനുള്ളൊരു സാഹചര്യം വരെ ഇന്നലെ രാത്രി ഉണ്ടായി. അത് ഇപ്പോഴത്തെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഗതാഗതക്കുരുക്കിന് പുറമെ അത് നമ്മൾ ഇന്നലെ രാത്രി 11 മണി മുതൽ പൂർണ്ണമായ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പുലർച്ചയോടുകൂടി അത് ഏറെക്കുറെ അത് ശരിയാക്കിയെങ്കിൽ പോലും പക്ഷേ നേരം പുലർന്നതോടുകൂടി അതിന് കൂടുതൽ പ്രത്യേകിച്ച് പകലൊക്കെ കൂടുതൽ വാഹനങ്ങൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാത എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കുറച്ച് പോയാൽ ചാലക്കുടി അങ്കമാലി തൊട്ടപ്പുറത്ത് എയർപോർട്ടുണ്ട്. അതിനെ ആശ്രയിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. ആകെ താറുമാറായി കിടക്കുകയാണ് ഗതാഗതം. പോലീസ് പരമാവധി അവർക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ വാഹന ഗതാഗതം വഴി തിരിച്ചുവിടുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ കിലോമീറ്ററുകൾ അപ്പുറത്ത് വലിയ വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ ഒരു അലയൊലി തീരണമെങ്കിൽ സ്വാഭാവികമായും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് പോലീസ് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് പല പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ഏരിയയിലൂടെ ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. എനിക്ക് പുറകിൽ ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ട്രാക്കാണ്. 3 ട്രാക്ക് വഴി അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ട്രാക്കുകളിലെങ്കിലും വാഹനങ്ങൾക്ക് കടന്നു പോകാം. പക്ഷേ അങ്ങോട്ട് ഈ മേൽപ്പാലം മുഴുവൻ അതിനപ്പുറത്തേക്ക് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് കണ്ണെത്താ ദൂരത്തേക്ക് വാഹനങ്ങൾ പൂർണ്ണമായും ലോറികളും ചരക്ക് വാഹനങ്ങളും കണ്ടെയ്നറുകളും ഒക്കെയാണ്. പ്രധാനപ്പെട്ട പാതയാണ്. അവിടെയാണ് പൂർണ്ണമായി ഗതാഗതം സ്തംഭിക്കുന്ന രൂപത്തിലേക്ക് ഈ രൂപത്തിൽ വാഹന ഗതാഗതം ഉണ്ടായിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് പലയിടങ്ങളിലേക്കും വാഹനങ്ങൾ വഴി തിരിച്ചു വിടുന്നു, ഒപ്പം തന്നെ ചെറുവാഹനങ്ങൾ കടത്തിവിടുന്നു. അതൊഴിച്ചു നിർത്തിയാൽ ലോറികൾ പൂർണ്ണമായി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഞാൻ ഈ നിൽക്കുന്നത് മുരിങ്ങൂർ മേൽപ്പാലം ഇറങ്ങി മുരിങ്ങൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു ഗ്യാപ്പിലാണ്. അവിടെ പോലീസ് വാഹനങ്ങൾ തടയുന്നുണ്ട്. ഓരോ വാഹനങ്ങൾ ഇപ്പോൾ ഒരു ട്രാക്കിൽ നിന്ന് ആദ്യം കുറച്ച് വാഹനങ്ങൾ കടത്തിവിടുന്നു. അതിനുശേഷം തൊട്ടപ്പുറത്ത് സ്വാഭാവികമായും ഇതിൻ്റെ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് മുരിങ്ങൂർ ജംഗ്ഷനാണ്. അവിടെയാണ് വലിയ കുഴികളുള്ളത്. അവിടേക്ക് കുറച്ച് വാഹനങ്ങൾ കടത്തിവിടുന്നു. അതിനപ്പുറത്ത് ആ വാഹനങ്ങൾ കടന്നു പോയാൽ അടുത്ത ട്രാക്കിൽ നിന്ന് അങ്ങനെ നിയന്ത്രിതമായ രൂപത്തിൽ മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നത്. അതിനപ്പുറത്താണ് ആ സർവീസ് റോഡ്, ആ KSRTC ബസ്സും കാറും ഒക്കെ കടന്നു പോകുന്ന ആ രൂപത്തിൽ സർവീസ് റോഡുകളുണ്ട്. അതുവഴി ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നു. അതിങ്ങനെ മറ്റു വഴികളിലൂടെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വേണം എറണാകുളത്തേക്ക് എത്താൻ. എന്തായാലും വലിയ പ്രതിസന്ധിയുണ്ട്. ഇന്നലെ രാത്രി 10:11 മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ആ ലോറി കയറ്റുകയും പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ വലിയ പ്രശ്നമായിരുന്നു. റോഡുകൾ മുഴുവൻ കുഴിയാണ്. ആ കുഴികളിൽ മുഴുവൻ വെള്ളമാണ്. വാഹനങ്ങളുടെ സ്പീഡ് കുറയും, വേഗത കുറയും. അതനുസരിച്ച് വീണ്ടും ബ്ലോക്കിൻ്റെ ഒരു കാഠിന്യം കൂടും. ആ രൂപത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ചെറിയ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ബസ്സുകളും ഉൾപ്പെടെ കടത്തിവിടുന്നത് ഒഴിച്ചാൽ ചരക്ക് ഗതാഗതം ഒക്കെ താറുമാറായിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകളും വലിയ ലോറികളുമൊക്കെ അങ്ങനെ മണിക്കൂറുകളായി റോഡിൽ കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വലിയ വാഹനങ്ങളായതിനാൽ അതിനകത്ത് ചില പ്രതിസന്ധികളുണ്ട്. भाई कहाँ से? यूपी। कितने घंटा हो गया? हमें रात को 1 बजे से लाइन में लगे हुए हैं। किधर से ब्लॉक किधर से? ये ब्लॉक बहुत पीछे से ब्लॉक है। कितने किलोमीटर होगा? करीब हमारे ख्याल से 10-12 किलोमीटर पीछे से है। वहाँ से मैं रात को 1 बजे से लगा हूँ, अभी तक जाम से मतलब निकल नहीं पाया। बहुत तगड़ा जाम है। टोल प्लाजा से? हाँ, टोल प्लाजा है ना? हाँ टोल प्लाजा इधर से ब्लॉक है? जी जी जी, वहाँ से ब्लॉक। രാത്രി വന്ന വാഹനങ്ങളാണ്. മണിക്കൂറുകൾ കഴിഞ്ഞും ഇപ്പോഴും അവർ മുരിങ്ങൂർ കടന്നു പോയിട്ടില്ല. ടോൾ പ്ലാസയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം അത്ര വലിയ കിലോമീറ്റർ ദൂരമില്ല. പക്ഷേ എങ്കിൽ പോലും വാഹനങ്ങൾ ഇങ്ങനെ അല്പനേരം സഞ്ചരിക്കുന്നു, വീണ്ടും കുറേ അധികം നേരത്തേക്ക് നിർത്തിയിടുന്നു, വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ പതിയെ നീങ്ങിയാണ് ഈ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആ ലോറിക്കാരൻ പറഞ്ഞതുപോലെ അതായത് മഹാരാഷ്ട്ര ലോറിയാണ്. പക്ഷേ രാത്രി കുറേ അധികം മുമ്പ് ബ്ലോക്കിൽ കുടുങ്ങിയതാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് ഈ ബ്ലോക്ക് മുരിങ്ങൂർ സ്ട്രെച്ച് അത് കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് പോയാൽ മുരിങ്ങൂർ കഴിഞ്ഞാൽ പിന്നെ റോഡ് ഫ്രീ ആണ്, അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് പോകും. പക്ഷേ മുരിങ്ങൂർ എത്തുക എന്നത് അതികഠിനമാണ്.
പറയാതിരിക്കാൻ കഴിയില്ല. ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ അതിരൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയ ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് ദേശീയപാത അതോറിറ്റിക്ക് കൃത്യമായ വീഴ്ചയുണ്ട്. 4 ആഴ്ചത്തേക്കാണ് ഹൈക്കോടതി റോഡ് നന്നാക്കിയിട്ട് മതി ഇനി ടോൾ പിരിച്ചത്. കാര്യം ടോൾ പിരിക്കുക, പക്ഷേ യാത്രക്കാർക്ക് മതിയായ സംവിധാനം ഒരുക്കാതിരിക്കുക, ഈ രൂപത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിയില്ല. അതുകൊണ്ട് താൽക്കാലികമായി ടോൾ പിരിവ് നിർത്തണമെന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞത്. അതിനെതിരെ അപ്പീൽ പോയപ്പോഴും സുപ്രീം കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടി. ആ രൂപത്തിൽ വലിയ വീഴ്ച അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്.